ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചീസ് കുക്ക് വേൾഡ്. എല്ലാവർക്കും ഈദ് മുബാറക്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിസാമി ദം ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ്: പെരുംജീരക 1 ടേബിൾ സ്പൂൺ, പട്ട 5-6 സ്റ്റിക്സ് എടുക്കാം, ഏലക്ക 3 എണ്ണം, 5 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിയില, പുതിന ഇല, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 നാരങ്ങയുടെ നീര്, 4 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്, 4 ടേബിൾ സ്പൂൺ എണ്ണ, 4 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞ് വറുത്തെടുത്തതാണ്, ആവശ്യത്തിന് ഉപ്പ്, 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു വലിയ പാത്രം. ഏത് പാത്രത്തിലാണോ ബിരിയാണി വെക്കുന്ന ആ പാത്രത്തിൽ വേണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ ആ പാത്രത്തിലോട്ട് ചിക്കൻ ഇടാം. ചിക്കനിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പകുതി സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പുതിന ഇല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ നെയ്യ്, നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാം ചിക്കനിൽ മിക്സായി വരുന്നത് വരെ കൈ വെച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഇനി തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല രീതിയിൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ മസാല എല്ലാം ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ടീസ്പൂൺ പെരുംജീരകം, 5-6 പട്ട, 10 ഗ്രാമ്പു, 6 ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ എണ്ണ, 2 പട്ടയില, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ 2.5 ഗ്ലാസ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. അത് കഴുകി 1 മണിക്കൂർ കുതിർത്ത് ഊറ്റി വെച്ച അരിയാണ്. ഈ വലിയ സ്റ്റീൽ ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ ബസ്മതി അരി ഒന്ന് പകുതി വേവാക്കി എടുക്കണം. അതിന് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കാം. വെള്ളത്തിന് അളവൊന്നുമില്ല. വെള്ളം ചൂടായി വരുമ്പോൾ അതിൽ പട്ട ഇട്ട് കൊടുക്കാം. അതേപോലെ അതിൽ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, ഏലക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് പെരുംജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പട്ടയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇനിയൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അരി ഒരു 50% വെന്തിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനിലോട്ട് ലെയർ ചെയ്ത് ഇട്ട് കൊടുക്കാം. ആ അരി ഇതിലോട്ട് ഇട്ട് നല്ല രീതിയിൽ ഒരു ലെയർ ചെയ്യാം. ആദ്യത്തെ ലെയറിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിലേക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും സെക്കൻഡ് ലെയർ ചോറിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി ഇത് ദം ചെയ്തെടുക്കാം. അതിന് കുഴച്ച് വെച്ചിരിക്കുന്ന മൈദാമാവ് പാത്രത്തിന് ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് അത് അടച്ചു കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 45 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ കനലിട്ട് കൊടുക്കാം. കനലില്ലെങ്കിലും കുഴപ്പമില്ല. ബിരിയാണി ദം ചെയ്ത് വെച്ചിട്ട് 45 മിനിറ്റായി. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നിസാമി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിനി സെർവ് ചെയ്യാം. നിസാമി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ബിരിയാണിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഈദ് സ്പെഷ്യൽ ബിരിയാണിയാണ്. എല്ലാവർക്കും വീണ്ടും ഈദ് മുബാറക്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.